ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമ്മളൊരു ട്രെയിലർ റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 2019 ഇറങ്ങിയ ഐസ്മാർട്ട് ശങ്കറിൻ്റെ രണ്ടാം ഭാഗം. അതായത് അതിൻ്റെ പേര് വരുന്നത് ഡബിൾ ഐസ്മാർട്ട് ശങ്കർ എന്നാണ്. ഫസ്റ്റ് പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഞാനത് കണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ഹിറ്റാവാൻ അതിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ അവിടെയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അത് വില്ലനായിട്ട് വരുന്നത് സഞ്ജയ് ദത്താണ്. തലയിൽ USB പോട്ടം വെച്ച് കറങ്ങി നടക്കുന്ന ഒരു ഇഡിയറ്റ്. അവന്റെ പേരെന്താ? അവനാ എന്റെ ടാർഗറ്റ്. ആരാണോ ഡയലോഗ് എഴുതിയത് അത് പ്രത്യേകിച്ച് മലയാളത്തിൽ വരുന്നു. ഇങ്ങനെ കഴുത്ത് ധരിച്ച് കൊന്നുകളയും. നമ്മുടെ കല്യാണത്തിന് നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാ ഞാൻ തീർത്ത് കളയും എല്ലാത്തിനും. നീ മനുഷ്യനാണോ കുരങ്ങനാണോ? Only one option, sir. Memory transfer. I want to. ഈ മെമ്മറി ട്രാൻസ്പ്ലാന്റ് തന്നെ ആണല്ലോ ആദ്യത്തെ പാട്ടിലും. സഞ്ജയ് ദത്തിന്റെ ലുക്ക് കൊള്ളാം. ഈ ഒരു പാട്ടാന്ന് തോന്നുന്നു കുറച്ചൊക്കെ കേൾക്കാൻ രസമുണ്ട് ഈ പാട്ട്. ഇപ്പോൾ നിന്റെ ബ്രെയിനിലേക്ക് എന്റെ മെമ്മറികളെല്ലാം ആ പോയതെന്താണ്? നീ ഇപ്പോൾ മുതൽ ഞാനായി മാറാൻ പോവാ. അതിനുള്ളിൽ നിന്നെ ഞാൻ പെട്ടിക്കേട്ടോടാ ചെറ്റേ. Just in 4 days. It's working. നമ്മൾ കാർട്ടൂണിനകത്തൊക്കെ കാണിക്കുന്ന പോലൊക്കെ ബോംബൊട്ടി കാറൊക്കെ പോകുന്നത്. ഇതിനകത്തും ക്ലൈമാക്സ് ഈ സാധനം തന്നെ. ഫസ്റ്റ് പാർട്ടിലും ഇതേപോലെ ഒരു സീനായിരുന്നല്ലോ ക്ലൈമാക്സ്. ആ സാധനങ്ങളാ ഡബിൾ പൂരി ചക്രനാഥ് ഫിലിം. ഓഗസ്റ്റ് 15 റിലീസ്. ഓ, കറക്റ്റ് അന്ന് തന്നെ ഇറക്കാൻ പറ്റിയ പടം. ട്രെയിലർ കണ്ടിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. അതായത് ഒരു എന്തിത് ഫസ്റ്റ് പാർട്ടിൻ്റെ അതേപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ടും എടുക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതായത് മറ്റേ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് പാർട്ടി എവിടെ വെച്ചാണോ അവിടെ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലെയും ക്ലൈമാക്സ്. പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് എന്നൊക്കെ പറയാൻ ട്രെയിലറിനകത്ത് അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. സഞ്ജയ് ദത്തിൻ്റെ ലുക്ക് കൊള്ളാം. പിന്നെ മറ്റേ കാറൊക്കെ ബോംബ് പൊട്ടിത്തെറിച്ച് പോകുന്നത് കണ്ടല്ലേ, അതൊക്കെ ഒരുമാതിരി എന്തൊക്കെയോ പോലെ തോന്നുന്നു. പിന്നെ അതിനകത്തെ നായിക കാണാൻ കൊള്ളാം. നായകൻ്റെ ലുക്ക് കൊള്ളാം. പക്ഷേ ഇതിനകത്തെ നായകനായ റാം പോത്തിനേനി അവൻ്റെ ചില പടങ്ങളുണ്ട് നല്ലൊരിതാണ്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഇറങ്ങി എന്തോ സ്കണ്ടയോ അങ്ങനെ കണ്ട് പറയുന്നൊരു പടമുണ്ട്. അതൊക്കെ ഞാൻ 3-4 ദിവസം എടുത്തിട്ടാണ് കണ്ടത് തീർത്തത് തന്നെ. പക്ഷേ അതിനേക്കാളും കൊള്ളായിരിക്കുമെന്ന് തോന്നുന്നു. അതിനേക്കാളും ഓക്കെ. പക്ഷേ ഇതൊക്കെ മലയാളത്തിൽ എനിക്ക് ആദ്യം പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ട്രെയിലർ ഞാൻ മലയാളത്തിൽ എടുത്തുപോയി. അത് വേണ്ടായിരുന്നു. ഡയലോഗ് എഴുതിയ നേതവനാണോ എന്തോ. പിന്നെ ഇതൊക്കെ മലയാളത്തിൽ ഇവിടെയൊക്കെ ഹിറ്റാവുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഇത് ഹിറ്റായിരിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഞാൻ തോന്നുന്നു. ആ ഒരു തെലുങ്ക് സ്റ്റേറ്റ് ചിലപ്പോൾ ഇത് ഹിറ്റായിരിക്കും. ഇവിടെ ഏതായാലും മലയാളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ അത് ഹിറ്റാവാൻ വഴി കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ട്രെയിലറിനല്ലാത്ത അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇതിനകത്ത് വേണം. ഫസ്റ്റ് പാർട്ടിലും
മറ്റേ ഏതോ ഒരു പോലീസ് ഓഫീസറിൻ്റെ മെമ്മറി ഇവനിലോട്ട് കയറ്റുന്നതാണ്. ഇതിനകത്ത് ഇപ്പം മറ്റേ വില്ലൻ്റേത് ഇവനിലോട്ട് കയറ്റുന്നു. ആ ഒരു വ്യത്യാസമേ ഞാൻ ഇതിൽ കണ്ടുള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ ട്രെയിലറിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും നല്ല കാര്യം വല്ല എന്ന് വെച്ചാൽ കാണാൻ പ്രേരിപ്പിക്കുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഇവിടെ വിജയിക്കും, അവിടെ വിജയിക്കും. പിന്നെ ഇതിൻ്റെ സംവിധാനം പൂരി ജഗന്നാഥ്. പുള്ളിയുടെ ഏതൊക്കെയോ പടം ഉണ്ടല്ലോ, കാണാൻ കൊള്ളാവുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓ, ഈ പുള്ളിയുടെയാണ് ഈ പോക്കിരി ബിസിനസ്മാൻ, ലൈഗറോ. പോക്കിരി ബിസിനസ്മാനും നല്ല പടമായിരുന്നു. ലൈഗർ പട്ടപ്പടം. ഫസ്റ്റ് പാർട്ട് ഈ പുള്ളി അല്ലേ എടുത്തേ? ഓ, ഈ പടം ഹിറ്റാവുമെന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല. ഓഗസ്റ്റ് 15 കുറേ റിവ്യൂ വരുമല്ലോ, അപ്പം അറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.